Hey hello guys, welcome back to our channel. So ഇന്ന് നമ്മൾ നോക്കുന്നത് ഡീമൺ സ്ലെയർ എന്ന ജാപ്പനീസ് അനിമി ടിവി സീരീസിലെ സീസൺ 4ലെ മൂന്നാമത്തെ എപ്പിസോഡാണ്. എപ്പിസോഡോട് പോകുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒന്ന് കമന്റ് ചെയ്യുക. 1K കമന്റ്സ് ആണ് നമ്മുടെ ടാർഗറ്റ്. സോ എല്ലാവരും മാക്സിമം ഒരുപാട് കമന്റ്സ് ചെയ്യാൻ നോക്കുക. അപ്പോൾ സമയങ്ങളാതെ നേരെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡ് തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ടെൻഗൻ അവിടെയുള്ള എല്ലാ ഡീമൺ സ്ലേയേഴ്സിനും നല്ല രീതിയിൽ ട്രെയിനിങ് കൊടുക്കുന്നതാണ്. അവരൊക്കെ കാണിക്കുന്നത് കണ്ട് ടെൻഗൻ നല്ല രീതിയിൽ ദേഷ്യം വരുന്നു. ഡേയ്, യഥാർത്ഥ ഫൈറ്റ് ആണെങ്കിലും ഇനി അത് ട്രെയിനിങ് ആണെങ്കിലും നിങ്ങളുടെ ബെസ്റ്റ് തന്നെ നിങ്ങൾ കൊടുത്തേ പറ്റൂ എന്ന് പറഞ്ഞ് ടെൻഗൻ അവരോട് ചൂടാവുന്നു. ഇതൊക്കെ കേട്ട് ആ ഡീമൺ സ്ലേയേഴ്സ് ആണെങ്കിൽ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒരു ഹാസ്റ്ററയുടെ ട്രെയിനിങ് ഒന്നും താങ്ങാൻ അവരെ കൊണ്ട് സാധിക്കുന്നില്ല. ഡേയ്, നിന്റെ ഫിറ്റ്നസ് ഇംപ്രൂവ് ചെയ്യാതെ നിന്നെ കൊണ്ട് ഒരിക്കലും നെക്സ്റ്റ് സ്റ്റേജിലോട്ട് പോവാൻ സാധിക്കില്ല. സംസാരിച്ച് നിൽക്കാതെ പെട്ടെന്ന് എന്നെ ട്രെയിനിങ് ചെയ്യടാ എന്ന് പറയുവാണ് ടെൻഗൻ. ഇത് കേട്ട് അവരെല്ലാവരും നല്ല രീതിയിൽ ട്രെയിനിങ് ചെയ്യുന്നു. സ്വന്തം ജീവൻ പോലും പണയം വെച്ചിട്ടാണ് അവരെല്ലാവരും ട്രെയിനിങ് ചെയ്യുന്നത്. ഇവിടെ തന്നെ ഇങ്ങനെ അപ്പൊ മറ്റുള്ളവരുടെ അടുത്ത് എങ്ങനെയായിരിക്കും എന്ന് ചിന്തിക്കുവാണ് ആ ഡീമൺ സ്ലേയേഴ്സ്. ഇതേ സമയം ട്രെയിനിങ്ങിനിടെ താഴെ വീഴുന്ന ഒരു ഡീമൺ സ്ലേയറിനോട് നീ ഇപ്പൊ തന്നെ ഇങ്ങനെ അപ്പൊ നീ കാൻഡ്രോജിയുടെയും ജനമിയുടെ അടുത്തോടൊക്കെ പോയാ എന്തായിരിക്കും നിന്റെ അവസ്ഥ? അവരുടെ മുമ്പിലൊന്നും നിനക്കൊന്നും പിടിച്ചു നിൽക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് മര്യാദക്ക് കേൾക്കടാ എന്ന് പറഞ്ഞ് അവന്റെ ചന്തക്കിട്ട് കൊടുക്കുന്നു. അങ്ങനെ അവരെ എല്ലാവരെയും നല്ല രീതിയിൽ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറകിൽ നിന്നൊരു ശബ്ദം, ഇത് കേട്ട് തിരിഞ്ഞു നോക്കുന്ന ടെൻഗൻ കാണുന്നത് ഓടി വരുന്ന ടാഞ്ചറോനെയാണ്. ഏയ് കമാടവോ, എത്ര നാളായാണ് നിന്നെ കണ്ടിട്ട് എന്ന് ടെൻഗൻ ചോദിക്കുന്നു. നിങ്ങൾക്കും ഒരുപാട് മാറ്റമുണ്ട്. പണ്ട് ഞാൻ കണ്ടതുപോലെ ഒന്നുമല്ല നിങ്ങളിപ്പോ. ഓ, എനിക്കും അത് തന്നെയാ പറയാനുള്ളേ. അവസാനമായിട്ട് നീ ഒരു അപ്പർ റാങ്ക് ഡീമണെ തോൽപ്പിച്ചു എന്നാണല്ലോ ഞാൻ കേട്ടെ. എന്തായാലും അത് കഴിഞ്ഞ് നീ ആവശ്യത്തിൽ കൂടുതൽ റെസ്റ്റ് എടുത്തിട്ടുണ്ട്. അത് നിന്റെ ശരീരം കണ്ടാൽ തീർച്ചയായിട്ടും മനസ്സിലാവും. ഇത്രയും നാൾ റെസ്റ്റ് എടുത്തത് കൊണ്ട് തന്നെ ഇനി നിന്റെ സ്ട്രെങ്ത് ഒക്കെ വർദ്ധിപ്പിക്കണമെങ്കിൽ നീ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും എന്ന് ടെൻഗൻ അവനോട് പറയുന്നു. അതിനു വേണ്ടിയല്ലേ ഞാൻ നിങ്ങളുടെ അടുത്തോട്ട് വന്നേ. തീർച്ചയായിട്ടും ഞാൻ ഈ ട്രെയിനിങ്ങിൽ എന്റെ ബെസ്റ്റ് എന്നെ കൊടുക്കും എന്ന് വളരെ കോൺഫിഡന്റോടുകൂടി പറയുവാണ് ടാഞ്ചറോ. അവിടെയുള്ള മറ്റ് ഡീമൺ സ്ലേയേഴ്സ് എല്ലാം ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് അതേ ട്രെയിനിങ് തന്നെ ഇവൻ ചെയ്യുന്നുണ്ട്. എന്നാൽ തനിക്ക് ഇതൊന്നും ഒന്നുമല്ല എന്ന രീതിയിലാണ് പുള്ളിക്കാരൻ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ട് മറ്റ് ഡീമൺ സ്ലേയേഴ്സ് എല്ലാവരും അന്തം വിട്ടു നിൽക്കുന്നു. ടാഞ്ചറോ എന്നാ സുമ്മാവാ. മറ്റ് ഡീമൺ സ്ലേയേഴ്സ് വളരെ ഹാർഡ് വർക്ക് ചെയ്ത് ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് ഇവൻ വളരെ സിമ്പിൾ ആയിട്ടാണ് എല്ലാ ട്രെയിനിങ്ങും ചെയ്തു തീർക്കുന്നത്. പിന്നീട് ടാഞ്ചറോ ടെൻഗന്റെ ഭാര്യമാരെ പോയി കാണുന്നു. ഒരുപാട് കാലത്തിന് ശേഷം വീണ്ടും കണ്ടതുകൊണ്ട് അവർ വിശേഷങ്ങളൊക്കെ അന്വേഷിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് അവിടെയുള്ള എല്ലാ ഡീമൺ സ്ലേയേഴ്സിനും ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കുന്ന ടെൻഗന്റെ ഭാര്യമാരെയാണ്. ഹേയ്, നിങ്ങൾക്ക് തന്ന ഫുഡ് മുഴുവനായിട്ടും കഴിച്ചു തീർത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പണിഷ്മെന്റ് തരും. ഇനി ചെയ്യാൻ പോകുന്ന ട്രെയിനിങ്ങിന് നിങ്ങൾ തീർച്ചയായിട്ടും എക്സ്ട്രാ എഫേർട്ട് എടുക്കേണ്ടി വരും എന്ന് ടെൻഗൻ പറയുന്നു. ഇത് കേട്ട് അവിടെയുള്ള എല്ലാവരും നല്ല രീതിയിൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹേയ്, നീ ഇന്ന് നൈറ്റ് പെട്രോളിങ്ങിന് പോകുന്നുണ്ടോ എന്നൊരു ഡീമൺ സ്ലേയർ മറ്റൊരാളോട് ചോദിക്കുന്നു. അതേ, പോകുന്നുണ്ട്. നൈറ്റ് പെട്രോളിങ്ങിന് പോയാ നാളെ രാവിലെയുള്ള ട്രെയിനിങ് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല എന്നവർ വളരെ സന്തോഷത്തോടെ പറയുവാണ്. അങ്ങനെ അന്ന് രാത്രി നൈറ്റ് പെട്രോളിങ്ങിന് പോകുന്നവർ വളരെ ജോളിയായിട്ടാണ് അതുവഴി നടക്കുന്നത്. കാരണം ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് ഡീമൺസ് ആരെയും അറ്റാക്ക് ചെയ്തതായിട്ട് എവിടെയും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സോ ഡീമൺസ് എല്ലാം തന്നെ അപ്രത്യക്ഷമായി എവിടെ പോയെന്ന് ആർക്കും അറിയില്ല. എന്നാലും നമ്മൾ കുറച്ച് സൂക്ഷിക്കണം. കാരണം ഡീമൺസ് എല്ലാം ശ്രദ്ധിക്കുന്നത് ആ ടാഞ്ചറോയുടെ സിസ്റ്റർ നിസുകോനെയാണ്. ഒരുപക്ഷെ എല്ലാ ഡീമൺസും കൂടി ഒരുമിച്ച് വന്നാ നമ്മൾ എന്തു ചെയ്യും എന്ന് പറഞ്ഞ് അവൻ തിരിഞ്ഞു നോക്കുന്ന സമയത്താണ് അവന്റെ പുറകിൽ വന്നവനെ കാണാനില്ല. ഹലോ, തന്റെ പുറകിൽ ഇതുവരെ ഉണ്ടായിരുന്ന ആ ഡീമൺ സ്ലേയർ പെട്ടെന്ന് ഇത് എങ്ങോട്ട് പോയി? ഇവിടെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്ന് പറഞ്ഞ് അവൻ അവന്റെ കട്ടാന പുറത്തെടുക്കുന്നു. പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു ഗ്യാപ്പിൽ നിന്നൊരു ശബ്ദം. പേടിച്ചു വിറച്ച് അവൻ അതിന്റെ അടുത്തോട്ട് പോയി നോക്കുന്നു. പറ്റിച്ചേ എന്ന് പറഞ്ഞ ഡീമൺ സ്ലേയർ അവന്റെ മുമ്പിലോട്ട് ചാടുന്നു. ഡേയ്, നീ എന്തുവാണ് ഈ കാണിക്കുന്നേ? മനുഷ്യന്റെ പകുതി ജീവൻ അങ്ങ് പോയി. എന്നാ ഒളിച്ചിരുന്ന ഡീമൺ സ്ലേയർ പറയുന്നു. ഓ, അവന്റെ അമ്മൂമ്മന്റെ കിഡിങ്. ശരി, നടക്ക് എന്ന് പറഞ്ഞ അവർ രണ്ടുപേരും മുൻപോട്ട് നടക്കുവാണ്. എന്നാ അപ്പോഴാണ് അവൻ ഒളിച്ചിരുന്ന ആ ഗ്യാപ്പിൽ നിന്നും ഒരു ചെറിയ ശബ്ദം കേൾക്കുന്നതാ. പെട്ടെന്നതാ നമ്പർ 4 എന്ന് എഴുതിയ ഒരു കണ്ണ്, 2 കാലുകളുള്ള ആ കണ്ണ് അവരെ ഫോളോ ചെയ്തു പോകുന്നു. ഈ കണ്ണ് ആരതാണെന്ന് മനസ്സിലായവർ തീർച്ചയായിട്ടും താഴെന്ന് കമന്റ് ചെയ്യൂ. അവിടെ കട്ടിയതാ. പിന്നെ നമ്മൾ കാണുന്നത് ടെൻഗനെയാണ്. ഹേയ്, ഇന്നത്തെ ട്രെയിനിങ് നിങ്ങൾ ഗ്രൂപ്പ് ആയിട്ടാണ് ചെയ്യുന്നത്. ഒരാൾ മറ്റൊരാളെ ചുമന്നുകൊണ്ട് കുറച്ചു ദൂരം ഓടണം. ഇത് കേട്ട് ടാഞ്ചറോ വളരെ നിസ്സാരമായിട്ട് ഒരുത്തനെ പൊക്കിക്കൊണ്ട് അവിടെ നിന്ന് ഓടുവാണ്. ടാഞ്ചറോ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മറ്റേ ഡീമൺ സ്ലേയേഴ്സ് കാണുന്നുണ്ട്. നമ്മൾ വളരെ കഷ്ടപ്പെട്ട് ചെയ്യുന്ന ട്രെയിനിങ് എല്ലാം വളരെ നിസ്സാരമായിട്ടാ ഇവൻ ചെയ്യുന്നത്. ഒരു അപ്പർ മൂൺ ഡീമണിന്റെ കൂടെ ഫൈറ്റ് ചെയ്താ ഇവന്റെ സ്റ്റാമിന ഇത്രയോ ആണെങ്കിൽ നമ്മളെ കൊണ്ടൊരിക്കലും ഒരു അപ്പർ മൂൺ ഡീമണെ നേരിടാൻ സാധിക്കില്ല. ഹേയ് ടാഞ്ചറോ, നിങ്ങൾ ഒരു അപ്പർ മൂൺ ഡീമണിന്റെ കൂടെ ഫൈറ്റ് ചെയ്തില്ലേ? ആ എക്സ്പീരിയൻസ് ഒന്ന് പറഞ്ഞുതരാൻ പറ്റുമോ എന്ന് മറ്റേ ഡീമൺ സ്ലേയേഴ്സ് അവനോട് ചോദിക്കുന്നു.
അത് പിന്നെ ഞാൻ എങ്ങനെയാന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഫസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് എന്റെ ശരീരം മുഴുവനായിട്ടും ബ്ലാസ്റ്റ് ആവുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തലയിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ നിന്ന് അപ്പൊ തന്നെ നമ്മൾ മരിച്ചു പോകും. സോ മരിച്ചുപോയാ നമ്മളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ടാഞ്ചറോ. ഇത് കേട്ട് അവർക്കൊന്നും തന്നെ മനസ്സിലാവുന്നില്ല. പഴഞ്ചൻ ആളുകളായ നമുക്ക് ഇവൻ പറയുന്ന ഒന്നും ഒരിക്കലും മനസ്സിലാവാൻ പോകുന്നില്ല. പിന്നീട് നമ്മൾ കാണുന്നത് ടെൻകൺ അവർക്ക് പുതിയൊരു ട്രെയിനിങ് കൊടുക്കുന്നതാണ്. ആ കാണുന്ന കുന്നിന് ചുറ്റോറം ഓടി തിരിച്ചു വരണം. ഡിന്നർ കഴിയുമ്പോഴേക്കും തിരിച്ചു വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ ഡിന്നർ കിട്ടാൻ പോകുന്നില്ല എന്ന് ടെൻകൺ അവരോട് പറയുന്നു. ഇത് കേട്ട് ടാഞ്ചറോ അവരെ തന്നെ നോക്കുന്നു. ഞങ്ങളുടെ ഭർത്താവ് ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും ആളൊരു പാവ. കഴിഞ്ഞ ദിവസം തന്നെ അവർ ട്രെയിനിങ്ങിന് അയച്ചൊരു ഡീമൺ സ്ലെയർ മലയ്ക്ക് മുകളിൽ പോയിട്ട് തിരിച്ചു വന്നില്ലെന്ന് പറഞ്ഞ് ഡിന്നർ പോലും കഴിക്കാതെ അവൻ വന്നിട്ടേ കഴിക്കൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കുവായിരുന്നു. ഒരുപാട് നേരമായിട്ടും അവനെ കാണാത്തത് കൊണ്ട് ടെൻകൺ നേരിട്ട് പോയി അവനെ തിരിച്ചു കൂട്ടിയിട്ട് വന്നു. എന്ന് ഇവര് സംസാരിക്കുന്നതൊക്കെ കേട്ടോണ്ട് അങ്ങോട്ട് വരുവാണ് ടെൻകൺ. നിങ്ങൾ പറയുന്നൊക്കെ ഞാൻ കേട്ടു. മാസ്റ്റർ എന്നെ വിശ്വസിച്ചാ ഇവരെയൊക്കെ ഇങ്ങോട്ട് അയച്ചിരിക്കുന്നത്. ഇവരെ നല്ലപോലെ നോക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വ. ഒരിക്കലും ഞാൻ കാരണം ഇവർക്കൊരു പ്രശ്നവും ഉണ്ടാവരുത് എന്ന് ടെൻകൺ അവരോട് പറയുന്നു. പിന്നീട് ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ടാഞ്ചറോ ഒരു കാര്യം ചിന്തിക്കുന്നു. ടോമിയോക്കയുടെ കൂടെ ഈറ്റിംഗ് കോമ്പറ്റീഷൻ വെച്ച സമയത്ത് അവർ രണ്ടുപേരും കട്ടകി നിൽക്കുവാണ്. എന്നെ കൊണ്ട് ഇതിൽ കൂടുതൽ കഴിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, പക്ഷെ എനിക്കിത് കഴിച്ചേ പറ്റൂ. എന്നാലേ ടോമിയോക്കയോട് ഡീമൺ സ്ലേയേഴ്സിനെ ട്രെയിനിങ് ചെയ്യാൻ പറയാൻ പറ്റുള്ളൂ. എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ ഇത് മുഴുവനും കഴിച്ചേ പറ്റൂ എന്ന് പറഞ്ഞ് അവന്റെ മുൻപിലുള്ള ഒരു ട്രേ എടുക്കുന്ന സമയത്താണ് എക്സ്ക്യൂസ് മീ, എനിക്കൊരു 2 ട്രേ കൂടി കൊണ്ടുവരുമോ എന്ന് ടോമിയോക്ക അവിടെ വിളിച്ച് പറയുന്നത്. ഇത് കേട്ട് ടാഞ്ചറോ അവരെ തന്നെ നോക്കുവാണ്. ടാഞ്ചറോ, ഞാൻ ഈ കോമ്പറ്റീഷനിൽ വിജയിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഞാൻ ട്രെയിനിങ് മാസ്റ്റർ ആയിട്ടിരിക്കില്ല. സോ എന്നെ തോൽപ്പിക്കാൻ പറ്റുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഞാൻ നിനക്കൊരു അവസരം തരാം. ഇപ്പൊ ഈ കൊണ്ടുവച്ച ട്രേ മുഴുവനായിട്ടും ഞാൻ കഴിക്കും. അതോടുകൂടി ഞാൻ നിർത്തും. അടുത്തതായി വരാൻ പോകുന്ന ട്രേ നീ മുഴുവനായിട്ടും കഴിച്ചു കഴിഞ്ഞാൽ നീ ഈ കോമ്പറ്റീഷനിൽ എന്നെ ഡിഫീറ്റ് ചെയ്തതുപോലെയാണ്. സോ നീ പറഞ്ഞതുപോലെ ഞാനും ഡീമൺ സ്ലേയേഴ്സിനെ ട്രെയിനിങ് ചെയ്യും. ഇത് കേട്ട് ടാഞ്ചറോക്ക് ഒരുപാടധികം സന്തോഷാവുന്നു. ശരിക്കും അങ്ങനെയാണെങ്കിൽ ഞാൻ തന്നെ ഇതിൽ വിജയിക്കും എന്ന് പറഞ്ഞ് അവർ കട്ടയ്ക്ക് മത്സരിക്കുവാണ്. പിന്നീട് നമ്മൾ കാണുന്നത് ഒരു വീടിന് പുറത്തിരിക്കുന്ന സെനമിയാണ്. അവൻ ആരെയോ കാത്തിരിക്കുകയാണ്. പെട്ടെന്നാണ് അവന്റെ അടുത്തോട്ട് ഒബനായി വരുന്നത്. സോറി, ഞാൻ കുറച്ച് ലൈറ്റായി. ഓ, അതൊരു പുതിയ കാര്യമല്ലല്ലോ എന്ന് സെനമിയും പറയുന്നു. നിന്റെ ട്രെയിനിങ് ഒക്കെ എങ്ങനെ പോകുന്നു? എത്ര സമയമെടുത്ത് ട്രെയിനിങ് ചെയ്താലും ഒരു ഹാഷറുടെ ലെവലിലൊന്നും ഇവരെ കൊണ്ട് വരാൻ പറ്റില്ലെന്ന് എനിക്ക് ഉറപ്പായി എന്ന് ഒബനായി അവരോട് പറയുന്നു. ഓ, എന്റെ അവസ്ഥ ഇതൊക്കെ തന്നെയാ. ശരി, എന്നോടിപ്പോ എന്തിനാ വരാൻ പറഞ്ഞേ എന്ന് ചോദിക്കുകയാണ് ഒബനായി. എന്താണെന്നറിയില്ല, എന്റെ മനസ്സിൽ ഇപ്പോഴും ആ കാര്യം തന്നെ എന്നെ ഒരുപാട് അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. എന്തുകൊണ്ടായിരിക്കും അന്ന് അവിടെ അങ്ങനെയൊക്കെ സംഭവിച്ചത് എന്ന് സെനമി ചോദിക്കുന്നു. നീ പറഞ്ഞു വരുന്നത് ആ ടെമ്പിളിൽ നടന്ന കാര്യത്തെ പറ്റിയാണോ? സോ അന്ന് ആ ടെമ്പിളിന്റെ അകത്തോട്ട് ഇവർ പോയ സമയത്ത് മൂസാൻ കിബിക്സോജിയുടെ ഇൻഫിനിറ്റി കാസ്റ്റൽ അപ്രത്യക്ഷമാവുന്നത് ഇവർ കണ്ടിട്ടുണ്ടായിരുന്നു. അത്രയധികം ഡീമൺസ് ഒരുപാടെണ്ണം ഉണ്ടായിരുന്നു. അവരെങ്ങനെയാ ഒറ്റയടിക്ക് ഇല്ലാതായേ? അവരിത് എങ്ങോട്ടാ മറഞ്ഞു പോയെ? മാത്രമല്ല, അന്നത്തെ സംഭവത്തിന് ശേഷം നമ്മൾ ഇതുവരെ ഒരു ഡീമണെയും കണ്ടിട്ടില്ല. മറ്റൊരു സ്ഥലത്തും ഡീമൺസിനെ പറ്റി റിപ്പോർട്ട് ചെയ്യുന്നതും കേട്ടില്ല. എനിക്ക് തോന്നുന്നു എല്ലാ ഡീമൺസും ടാഞ്ചറോട് അനിയത്തിയായിട്ടുള്ള നിസുകോയെ പിടിച്ചുകൊണ്ടു പോവാനുള്ള പ്ലാനിങ്ങിലാണെന്ന്. എന്തായാലും എന്തോ വലിയൊരു കാര്യം നടക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ ഒരു കാര്യം നടക്കുമ്പോ അതൊരിക്കലും ഞാൻ നോക്കി നിൽക്കില്ല. എന്റെ പവർ എന്താണെന്ന് ഞാൻ അപ്പോ കാണിച്ചു തരാം എന്ന് സെനമി അവനോട് പറയുന്നു. ഓ, അങ്ങനെയാണോ? എന്നാ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട് എന്ന് ഒബനായി അവനോട് പറയുന്നു. അല്ല, ഞാൻ ആദ്യം ഒരു കാര്യം പറയാം. നമുക്ക് 2 പേർക്കും ഇടയിൽ ഒരു മാച്ച് അങ്ങ് വെച്ചാലോ? ഓ, ഇത് തന്നെ ഞാൻ നിന്നോടും പറയാൻ വന്നേ എന്ന് ഒബനായി അവനോടും പറയുന്നു. സോ അവർ രണ്ടുപേരും ഒരു ഫൈറ്റിന് തയ്യാറെടുക്കുന്നു. ടാഞ്ചറോ, ഇത് വളരെ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള കിറോക്കാറ ടീ ആണ്. ഇത് നീ കുടിച്ചു കഴിഞ്ഞാൽ നിന്റെ ക്ഷീണമെല്ലാം ഇത് മാറ്റും. സോ ഇത് കേട്ട് അത് കുടിക്കുന്ന ടാഞ്ചറോക്ക് കുറച്ചധികം ആശ്വാസം തോന്നുവാണ്. അന്ന് ആ എന്റർടൈൻമെന്റ് ഡിസ്ട്രിക്റ്റിൽ നടന്ന കാര്യമൊന്നും ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. അന്ന് പ്രോപ്പറായിട്ട് നന്ദി പറയാൻ പോലും സമയം കിട്ടിയില്ല. ഒരുപാട് നന്ദിയുണ്ട് ടാഞ്ചറോ. ഏയ്, ഞാൻ ഒറ്റയ്ക്ക് ഒന്നുമല്ലല്ലോ അങ്ങനെ ചെയ്തേ എന്ന് ടാഞ്ചറോ അവരോട് പറയുന്നു. അതെ, ഞങ്ങൾക്കറിയാം. നിന്റെ അനിയത്തി നിസുകോ, ആ മാസ്ക് വെച്ചിരിക്കുന്ന പയ്യൻ, പിന്നെ ആ യെല്ലോ കളർ മുടിയുള്ള പയ്യനും, പിന്നെ നിങ്ങളുടെ കൂടെ ലോർഡ് ടെൻകണും ഉണ്ടായിരുന്നു. ശരിക്കും നിങ്ങൾ 4 പേരും അവിടെ ഇല്ലായിരുന്നെങ്കിൽ അന്ന് സൂര്യൻ ഉദിക്കുന്നത് ഞങ്ങൾ കാണില്ലായിരുന്നു. ഞങ്ങൾ ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ കാരണം നിങ്ങളാ. അന്നത്തെ സംഭവത്തിന് ശേഷം റിട്ടയർഡ് ആയ ടെൻകണ് ഒരുപാടധികം സങ്കടം ഉണ്ടായി. എല്ലാ ദിവസവും എന്തിന് ഉറങ്ങുമ്പോ പോലും ഡീമൺ സ്ലെയർ കോർപ്പിലോട്ട് തിരിച്ചു പോകണമെന്ന് അവര് പറയാറുണ്ട്. ടാഞ്ചറോ, ഇതിനെല്ലാം കാരണമായിട്ടുള്ള ആ മൂസാൻ കിബുസുജിയെ നീ തീർച്ചയായിട്ടും ഇല്ലാതാക്കണം എന്ന് സങ്കടത്തോടെ പറയുവാണ് ഇനട്സു. തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു, ഞാൻ അവനെ ഇല്ലാതാക്കും എന്ന് ടാഞ്ചറോ അവരോട് പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് അവർക്ക് ടെൻകൺ കൊടുക്കുന്ന ഒരു ട്രെയിനിങ് ആണ്. ഇതുവരെ നിങ്ങൾ ചെയ്ത എല്ലാ ട്രെയിനിങ്ങും ഇനി നമ്മൾ ചെയ്യുന്നില്ല. ഇനി നമ്മൾ സ്പെഷ്യൽ ട്രെയിനിങ് ആണ് ചെയ്യാൻ പോകുന്നത്, സീസൺ ബേസ്ഡ് ഓൺ റിയൽ കോമ്പാക്ട്. സോ അതിനുവേണ്ടി നമ്മൾ പോവാൻ പോകുന്നത് അതേ മൗണ്ടന്റെ മുകളിലോട്ടാണ്.
എന്ന് വിളിച്ചു പറയുകയാണ് ടെൻകൻ. പിന്നീട് നമ്മൾ കാണുന്നത് അന്ന് രാത്രി റിയൽ കോമ്പാക്ട് ട്രെയിനിങ്ങിന് വേണ്ടി അവരെല്ലാവരും മൗണ്ടന്റെ മുകളിലോട്ട് പോയിരിക്കുന്നതാണ്. അവിടെയാണെങ്കിൽ കണ്ണു കാണാത്ത രീതിയിൽ ഇരുട്ടും. ഡീമൺസ് എല്ലാം ഇതുപോലത്തെ രാത്രിയിലായിരിക്കും പുറത്തിറങ്ങാൻ പോകുന്നത്. സോ ഇങ്ങനെയുള്ള സിറ്റുവേഷനിലാണ് നിങ്ങളുടെ സ്കിൽ നിങ്ങൾ ഇംപ്രൂവ് ചെയ്യേണ്ടത്. ഈ ഇരുട്ടിൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഡീമൺ നിങ്ങളുടെ അടുത്തോട്ട് വരുവാണെങ്കിൽ ഈ ഡാർക്ക്നെസ്സിലും നിങ്ങൾക്ക് നല്ല രീതിയിൽ കാണാൻ പറ്റണം. സോ ഇപ്പൊ ഞാനൊരു ഡീമൺ ആണെന്ന് അങ്ങ് വിചാരിച്ചേക്ക്. ഞാൻ നിങ്ങളെ പിടിച്ച് അങ്ങ് വിഴുങ്ങാൻ വേണ്ടി വരുന്നു. പറ്റുമെങ്കിൽ എന്റെ കയ്യിൽ നിന്നും സർവൈവ് ചെയ്തോ എന്ന് ടെൻകന്റെ ശബ്ദം മാത്രം മുഴങ്ങി കേൾക്കുന്നു. ഹേയ് കമാഡോ, എന്റെ കയ്യിൽ നിന്നും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും പ്രൊട്ടക്ട് ചെയ്യുന്നതാണ് നിന്റെ ട്രെയിനിങ് എന്ന് പറഞ്ഞ് തീർന്നതും അവിടെ ഉണ്ടായിരുന്ന ഡീമൺ സ്ലേയറിനെ അടിച്ച് താഴെ ഇടുവാണ് ടെൻകൻ. ടെൻകനെ ഒന്ന് കാണാൻ പോലും അവിടെയുള്ള ഡീമൺ സ്ലേയേഴ്സിന് സാധിക്കുന്നില്ല. അത്രയും വേഗത്തിലാണ് പുള്ളി മൂവ് ചെയ്യുന്നത്. ഓ ലോർഡ് ടെൻകൻ, ഒരു ഫോർമൽ ഷിനോബി ആയി ഇരിക്കുന്നത് കൊണ്ട് എന്നെ കൊണ്ട് സെൻസ് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അവരെവിടെയാണെന്ന് കണ്ടുപിടിക്കാനും സാധിക്കുന്നില്ല. ഇതേ സമയം കൊണ്ട് ഒരുപാട് ഡീമൺ സ്ലേയേഴ്സിനെ അടിച്ച് താഴെ ഇടുവാണ് ടെൻകൻ. അപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഡീമൺ സ്ലേയർ, ഇല്ല എന്നെ കൊണ്ട് പറ്റില്ല, ഒരു ഹാഷറയെ തോൽപ്പിക്കാൻ മാത്രം ഞാൻ പവർഫുൾ ഒന്നുമല്ല എന്ന് പറയുന്നത്. പെട്ടെന്ന് ടെൻകൻ അവന്റെ പുറകിലോട്ട് വരുന്നു. ഇതാണോ നീ ഡീമണോട് പറയാൻ പോകുന്നേ എന്ന് പറഞ്ഞ് അവനിട്ടൊരു കൊത്തു കൊടുക്കുന്നു. അവൻ താഴെ വീഴുന്നു. ഹേയ് എല്ലാവരും കേൾക്ക, ഇപ്പോ റിട്ടയർഡ് ആയിട്ടുള്ള ഒരു ഹാഷറയാണ് ലോർഡ് ടെൻകൻ. അതുകൊണ്ട് അവരുടെ പകുതി മനസ്സോടു കൂടിയായിരിക്കും നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നത്. എല്ലാവരും ഒരേ സമയം ഡിഫീറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും നമ്മളെ കൊണ്ട് അവരെ തോൽപ്പിക്കാൻ സാധിക്കും എന്ന് ടാഞ്ചറോ വിളിച്ച് പറയുന്നു. പെട്ടെന്ന് ടെൻകൻ അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരുന്നു. എന്നാൽ അത് ടാഞ്ചറോ തടുക്കുവാണ്. അവരുടെ രണ്ടുപേരുടെയും എനർജിയുടെ ആ ഫോഴ്സിൽ അവിടെ ഉണ്ടായിരുന്ന ഡീമൺ സ്ലേയേഴ്സ് ഒക്കെ തെറിച്ചു പോകുന്നു. ഒരു കൈയിന് തന്നെ ഇത്രയും പവർ ഉണ്ടാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അപ്പർ മൂൺ ഡീമൺസിന്റെ കയ്യിൽ നിന്നും ജീവനോടെ രക്ഷപ്പെട്ടവർക്ക് മാത്രമേ ഇങ്ങനെ ഫൈറ്റ് ചെയ്യാൻ സാധിക്കൂ എന്ന് ഇത് കണ്ടോണ്ടിരിക്കുന്ന ഡീമൺ സ്ലേയേഴ്സ് പറയുന്നു. ഹേയ് ടാഞ്ചറോ, നീ നിന്റെ സ്കിൽ യൂസ് ചെയ്ത് അടുത്ത ലെവലിലോട്ട് പോവേണ്ട സമയമായിരിക്കുന്നു. സോ ടെൻകന്റെ ഓരോ അടിയും ടാഞ്ചറോ തടയുന്നത് കണ്ട് അവിടെ നിൽക്കുന്ന ഡീമൺ സ്ലേയേഴ്സിനെല്ലാം മോട്ടിവേഷൻ കിട്ടുന്നു. എല്ലാവരും കൂടി വളഞ്ഞിട്ട് ടെൻകനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുവാണ്. എന്നാൽ പിന്നീട് നമ്മൾ കാണുന്നത് റിട്ടയർഡ് ആയിട്ടുള്ള എന്നെ പോലെയുള്ള ഒരു ഹാഷറയുടെ മുമ്പിൽ നിങ്ങൾ എല്ലാവരും തോറ്റുപോകുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. നിങ്ങളൊരു റിട്ടയർഡ് ആയിട്ടുള്ള ഹാഷറയാണെങ്കിൽ പോലും നിങ്ങളുടെ അത്രയും പവർഫുൾ അല്ല ഞങ്ങൾ. ഞങ്ങളെ സംബന്ധിച്ച് ഇതൊക്കെ വളരെയധികം എക്സ്ട്രീം ലെവലാണ്. ടാഞ്ചറോയും മറ്റ് ഹാഷറാസും ചേർന്ന് തീർച്ചയായിട്ടും അപ്പർ റാങ്ക്സിനെയും മൂസാനെയും തീർച്ചയായിട്ടും ഇല്ലാതാക്കും. എന്നാലും ആ ദിവസം വരുന്ന സമയത്ത് ഒരുപാടധികം ട്രെയിനിങ് എടുത്ത് നിങ്ങൾക്ക് സപ്പോർട്ടായിട്ടെങ്കിലും ഞങ്ങൾ നിൽക്കണം. സോ അതുവരെ ഞങ്ങൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്ത് നല്ല രീതിയിൽ ട്രെയിനിങ് എടുക്കും എന്ന് ടെൻകനെ നോക്കി പറയാണ് അവരെല്ലാവരും. ഇത് കേട്ട് ടെൻകനും സന്തോഷാവുന്നു. അതിനുശേഷം അവരെല്ലാവരും നല്ല രീതിയിൽ കഷ്ടപ്പെട്ട് ട്രെയിനിങ് എടുക്കാൻ വേണ്ടി തുടങ്ങിയിരിക്കുന്നു. ടാഞ്ചറോ, നീ ഇനി അടുത്ത ലെവലിലോട്ട് പോവേണ്ട സമയമായിരിക്കുന്നു. അപ്പർ റാങ്ക്സിനെ നമ്മളെ കൊണ്ട് തോൽപ്പിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പോലും മൂസാൻ കിബുക്സുജിയെ ഇല്ലാതാക്കുന്നത് വരെ ഇതൊന്നും അവസാനിക്കില്ല. തീർച്ചയായിട്ടും ഇതിനെല്ലാം ഒരു അവസാനം ഞങ്ങൾ കണ്ടെത്തും. അത് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു എന്ന് ടാഞ്ചറോ പറയുന്നു. സോ തന്റെ അവിടുത്തെ ട്രെയിനിങ് കഴിഞ്ഞ് ടാഞ്ചറോ നേരെ ചെല്ലുന്നത് ടോക്കിട്ടോടെ എടുത്തോട്ടാണ്. അവനാണെങ്കിൽ അവിടെ ചെന്ന് ഡോർ തുറക്കുന്ന സമയത്ത് കാണുന്നത് എല്ലാ ഡീമൺ സ്ലേയേഴ്സിനെയും അടിച്ച് താഴെട്ടിരിക്കുന്ന ടോക്കിറ്റോനെയാണ്. അവസാനം തന്റെ മുമ്പിലുണ്ടായിരുന്ന ഒരു ഡീമൺ സ്ലേയറിനോട്, ഇപ്പൊ ഏകദേശം 3 പ്രാവശ്യം നീ മരിച്ചു കഴിഞ്ഞു. ഇങ്ങനെ തന്നെ പോവാണെങ്കിൽ തീർച്ചയായിട്ടും നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനവും എന്ന് ടോക്കിട്ടോ അവനോട് പറയുന്നു. സോ അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു. സോ ടെൻകന്റെ ട്രെയിനിങ് എല്ലാം കഴിഞ്ഞ് ടാഞ്ചറോ ഇപ്പൊ എത്തിയിരിക്കുന്നത് ടോക്കിട്ടോടെ അടുത്തോട്ടാണ്. എന്ന മറ്റൊരു ഭാഗത്ത് ഫോർ എന്ന് എഴുതിയൊരു ഡീമന്റെ കണ്ണ് ആ ഡീമൺ സ്ലേയേഴ്സിനെ ഫോളോ ചെയ്ത് എങ്ങോട്ടാണ് പോയത്? ഇത്രയൊക്കെ ചോദ്യങ്ങൾ ബാക്കി നിർത്തിയിട്ടാണ് ഈ എപ്പിസോഡ് അവസാനിച്ചത്. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തടത്തുള്ള ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം വരെ. അതുവരേക്കും ബൈ.